എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ചുവന്നുള്ളി, കുറച്ച് ജീരകം, വളരെ കുറച്ച് ചൂടാണ് എന്നൊക്കെ വയ്ക്കുന്നത്. ചുവന്നുള്ളി ജീരകം കൂടെ ചതച്ച് തന്നെ blend with the gentle sound of the waves crashing against the shore. A serene melody weaves through the breeze, creating a soothing rhythm that mirrors the ocean's ebb and flow. Sound of distant gulls rolling tide add layers to the tranquil sense take of this coastal escape. ഇങ്ങനെ വെള്ളമൊന്നും കോരി ഒഴിക്കില്ല. പക്ഷേ ഇതിന് നനമുണ്ട്, അത്യാവശ്യം വെള്ളം ഒഴിക്കണം. എല്ലാം കൂടിയുണ്ട്. നല്ല കൂട്ടെന്ന് പറഞ്ഞാൽ Let the music guide you into an untouched paradise where stress dissolves like footprints in the sand. പൊടി നല്ലോണം തീർന്നു കേട്ടോ. 10 മിനിറ്റ് ഞാൻ വെച്ച് കേട്ടോ. ഞാൻ 10 വെച്ച് രുചിയാണെങ്കിൽ വെക്കാൻ എനിക്ക് ലൈവ് നടക്കുന്നതാണ്. ഞാൻ 10 മിനിറ്റ് വെച്ചുള്ളൂ. ഇനി ഒരു ഓട്ടച്ചെരുവ് എടുക്കുക. നല്ല ജലത്തിൽ ഇച്ചിരി വെള്ളം എടുക്കുക. അതിലൊരു ഓട്ടച്ചെരുവ് എടുക്കുക. കാണുന്നില്ലേ? അതിലേക്ക് നമ്മുടെ വാഴയില വെച്ച് അതിലോട്ട് അല്ലാണ്ട് ഉണ്ടാക്കണമെന്നൊന്നും ഒരു നിയമമുണ്ട്. നമ്മുടെ ഇഷ്ടം. വാഴയിലാകുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയുണ്ട്. ഓക്കെ, വാഴ അടച്ച് വെച്ച് നല്ല ആവി വരും. ഇതാവി വേവിക്കൊണ്ടിരിക്കുന്നു. വേവിക്കട്ടെ. ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴാകും നമ്മുടെ പുട്ടായി. ഇതിന് പിന്നെ ഒരു ആവി കയറുമല്ലോ. ആവി വെന്തവനേ പുട്ടേ പുട്ടേ. നോക്കിക്കേ, ഇതിൻ്റെ അരികൊക്കെ എനിക്ക് ഇലയുടെ. ഓക്കെ, ഇത് ഞാനിന്നത് മണമുണ്ട് കേട്ടോ. ചുവന്നുള്ളിയുടെയും ജീരകത്തിൻ്റെയും നല്ല മണമുണ്ട്. പക്ഷേ ഇത് പണ്ട് നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന പുട്ടിൻ്റെ രുചിയല്ല. ചുവന്നുള്ളി ചേർത്തപ്പോൾ അതിന് വേറൊരു രുചി. എൻ്റെ പിള്ളേർ പറയാം, അമ്മേ പുതിയ ഫാഷനൊന്നും വേണ്ട, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പുട്ടുണ്ടാക്കിയാൽ മതി, നല്ല വലിയ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ട്. എപ്പോഴൊക്കെ ഒന്ന് മാറി പിടിക്കണ്ടേ. ഞാൻ വേറെ പാത്രത്തോട്ട് ഒരു ബൗളിലോട്ട് മാറ്റാം. അതെന്നിട്ട് കാണാം. പിന്നെ ഞാനിത് ബൗളിലോട്ട് മാറ്റി, ഇലയൊന്ന് മാറ്റി കേട്ടോ. ആ ഇല പൊട്ടിപ്പോയാൽ എന്നിട്ട് ഇപ്പൻ്റെ മുകളിലോട്ട് ചെറിയ കൂടി അങ്ങോട്ട് നാളികേരം. പുട്ടിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ നാളികേരമാണ്. അത് നല്ല പച്ച നാളികേരമാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇത് പച്ച നാളികേരമാണ് കേട്ടോ. സാധാരണ എനിക്ക് ഉണക്ക നാളികേരമൊക്കെയാണ് കിട്ടാറ്. പക്ഷേ ഇത് ഒന്നാം തരം പച്ച നാളികേരമാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ചുവന്നുള്ളിയും കുറച്ച് ജീരകവും കൂടെ നമ്മുടെ പുട്ടുപൊടിയിലോട്ടിട്ട് ഉണ്ടാക്കിയാൽ സൂപ്പറാണ്. പഴമയുടെ രുചിയല്ല, ചുവന്നുള്ളി ചേർക്കുന്നതുകൊണ്ട് അതിനൊരു രുചി, ജീരകം ചേർക്കുന്നത് കൊണ്ട് വേറൊരു രുചി. ഓക്കെ.